എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 6, ശ്ലോകം 6, 7, 8, 9 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആ സ്വർഗോദ്യാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആ മാലകള് ഭഗവാനെ ചാർത്തി ഭഗവാന് അതിമനോഹരമായ ഒരു സ്തുതി, അർത്ഥപുഷ്ടിയുമുള്ള വാക്കുകൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു ആ ദേവന്മാര്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വർഗോദ്യാനോപകൈർമാല്യൈ ഛാദയന്തോ യദുത്തമം വീർഭിശ്ചിത്രപദാർത്ഥാഭിഃ തുഷ്ടുർജഗദീശ്വരം. സ്വർഗോദ്യാനോപകൈ, സ്വർഗത്തിലുള്ള പൂങ്കാവിൽ നിന്ന് കൊണ്ടുവന്ന ആ മാലകള് യദുകുലത്തിൽ ജനിച്ചവരിൽ വെച്ച് അത്യുത്തമനായ ആ ലോകനാഥനിൽ വർഷിച്ചുകൊണ്ട് കേൾക്കുന്നവർക്ക് അത്യാനന്ദവും അത്യത്ഭുതവും ജനിപ്പിക്കാൻ തക്ക ഭംഗിയും ശൃംഖലാബന്ധപ്രായങ്ങളായിരിക്കുന്ന പദവിന്യാസങ്ങളും അർത്ഥപുഷ്ടിയുമുള്ള വാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. ദേവാ ഊചു തസ്മതേ നാഥ പദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭി യൽചിന്യതേ അന്തർഹൃദി ഭാവയുക്തൈ മുമുക്ഷുഭി കർമ്മമയോരുപാശാൽ. ദേവന്മാര് പറയണം, അല്ലയോ നാഥ, എന്തെല്ലാം സങ്കടങ്ങൾ അപ്പപ്പോൾ ഞങ്ങൾക്ക് വരുന്നുവോ അവയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കുന്നവനെ, അങ്ങയുടെ കോമളമായ പാതാരവിന്ദത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ബുദ്ധിപൂർവം ആലോചിച്ചാൽ അങ്ങയേക്കാൾ മീതെ മറ്റു യാതൊന്നുമില്ലെന്ന് ഞങ്ങള് മനസ്സിൽ ഉറപ്പിക്കണം. ഞങ്ങളുടെ കണ്ണുകൾ മുതലായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് അങ്ങയുടെ രൂപത്തെ ഭക്തിപൂർവം നോക്കുന്നു. പ്രാണനിരിപ്പിടമായ ഞങ്ങളുടെ ദേഹം കൊണ്ട് അങ്ങയെ നമസ്കരിക്കുന്നു. മനസ്സുകൊണ്ട് ഈ മോഹന രൂപത്തെ ധ്യാനിക്കുന്നു. വാക്കുകൾ കൊണ്ട് അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞങ്ങളുടെ സർവ്വ അംഗങ്ങളെയും അങ്ങയുടെ സേവയ്ക്കായി ഉപയോഗിക്കുക എന്ന ഒന്നല്ലാതെ നാഥനായ അങ്ങയ്ക്ക് ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ദോർഭ്യാം പദാഭ്യാം ജാനുഭ്യാം ഉരസാ ശിരസാ ദൃശ മനസാ വചസാ ചേതി പ്രണാമോഷ്ടാംഗീരിത. 2 കൈകൾ, 2 കാലുകൾ, മാർവിടം, ശിരസ്, 2 കണ്ണുകൾ, ഈ എല്ലാ അവയവങ്ങൾ കൊണ്ടും ഭഗവത് പാദങ്ങൾ സ്പർശിച്ചു വാക്കുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുന്ന നമസ്കാരത്തെ 8 അംഗസ്പർശമുള്ളതിനാൽ സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നു. അപ്പോ ഈ മേൽപ്പറഞ്ഞ ആ വിവരണത്തിൽ നിന്ന് ദേവന്മാര് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സേവകന്മാർക്ക് സ്വാമി ഭക്തി കാണിക്കാൻ നമസ്കാരത്തെക്കാളും വലുതായ പ്രവൃത്തി യാതൊന്നുമില്ല എന്ന് കാണിക്കാനാണ് ആദ്യമായി ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമസ്കരിക്കാൻ സംഗതി വന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് അവര് പറയണു. എന്തുകൊണ്ട് അത്ര ഭാഗ്യമായിട്ട് പറയണത് എന്ന് വെച്ചാൽ, ഇങ്ങനെ പ്രത്യക്ഷമായി കണ്ട് നമസ്കരിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അത് തന്നെ അങ്ങയുടെ പാദാരവിന്ദ ദർശനം ബഹുദുർലഭമാണ് എന്ന് കാണിക്കാൻ പാദപത്മത്തെ പിന്നെയും വിശേഷിപ്പിച്ചു പറയണം. കർമ്മരൂപമായിരിക്കുന്ന ബലമായ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഭക്തിയോഗനിഷ്ഠന്മാരായ ജനങ്ങളാൽ ഹൃദയമധ്യത്തിൽ അങ്ങയുടെ പാദകമലം ചിന്തിക്കപ്പെടുന്നു. അവർക്കുകൂടി മനസ്സിന് ചിന്തിക്കാനല്ലാതെ സാക്ഷാൽ ദർശനത്തിന് സാധ്യമല്ല. അത്രയും ദിവ്യമായിരിക്കുന്ന അങ്ങയുടെ ചരണാരവിന്ദത്തെ കാണുന്നതിനും നമസ്കരിക്കുന്നതിനും സാധിച്ചത് ഞങ്ങളുടെ മഹത്തായ ഭാഗ്യം കൊണ്ട് തന്നെ എന്നാണ് അവര് പറഞ്ഞതിന്റെ സാരം. ത്വം മായയാ ത്രിഗുണയാത്മനി ദുർവിഭാവ്യം
വ്യക്തം സൃജസ്യവസി ലുംബസി തൽഗുണസ്ഥ നൈദേർപ്പവാനജിത കർമ്മഭിരജ്യതേ വൈ യൽസ്വേ സുഖേ വ്യവിഹിതേഭിരതോ നവത്യ. ശ്രീകൃഷ്ണനും ദൃഷ്ടമായ അദൃഷ്ടമായ ഇരിക്കുന്ന കർമ്മം സംഭവിക്കുന്നുണ്ടല്ലോ ഭഗവാന് തന്നെ. അപ്പൊ അദ്ദേഹത്തെ നമസ്കരിക്കുന്നത് കൊണ്ട് കർമ്മബന്ധം എങ്ങനെയാ നശിക്കുക എന്നാരും ശങ്കിക്കണ്ട എന്ന് പറയുന്നത്. അതിന്റെ ആ ശങ്ക തീർത്തുകൊണ്ട് വിസ്തരിച്ചു പറയുന്നു. അജിത എന്നാണ് സംബോധന. ആരാലും ജയിക്കപ്പെടാതിരിക്കുന്നവനെ, അങ്ങേക്ക് മായാപാരവശ്യം ഇല്ല. അല്പങ്ങളായ കർമ്മങ്ങള് അങ്ങ് ഇപ്പോൾ ചെയ്യുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അധികം ഒന്നും പറയാനില്ല. അങ്ങയുടെ അസാധാരണ വൈഭവ നിമിത്തം അങ്ങ് മായയുടെ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ 3 ഗുണങ്ങളോടുകൂടിയ ആ മായയാൽ മനസ്സുകൊണ്ട് ആലോചിക്കാൻ കൂടി കഴിയാത്ത മഹദാദി പ്രപഞ്ചത്തെ സർവത്തിനും ആധാരമായിരിക്കുന്ന ആത്മാവിൽ തന്നെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. തന്നിൽ നിന്നുണ്ടാകുന്ന മായാഗുണങ്ങളിൽ താൻ തന്നെ അധിവസിച്ചുകൊണ്ട് മഹത്തത്വം മുതലായ പ്രപഞ്ചത്തെ തങ്കൽ തന്നെ താനുണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുന്ന അങ്ങയുടെ പ്രവൃത്തി ആലോചിക്കുമ്പോൾ ഇപ്പോ അങ്ങ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അധികമൊന്നും പറയാനില്ല. ഇങ്ങനെ സൃഷ്ടിയാദി കർമ്മങ്ങൾ ചെയ്യുന്നു എങ്കിലും യാതൊരു പുണ്യപാപങ്ങളും അങ്ങയെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ദോഷരഹിതനാകുന്നു. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന മായിക ദോഷങ്ങളൊന്നും അങ്ങേക്കില്ല. അതിനും കാരണം എന്തെന്നാൽ അങ്ങ് എപ്പോഴും ആത്മാനന്ദത്തിൽ മുങ്ങിക്കിടക്കുന്നു. സുഷുപ്തിയിലെ സകല ജീവന്മാരും ഈ സ്വരൂപത്തിൽ കിടക്കണുണ്ടല്ലോ. അപ്പൊ ഭഗവാന്റെ ആത്മാനന്ദത്തിന് എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യാതൊരു മറവുമില്ലാത്ത ആത്മാനന്ദത്തിൽ ഭഗവാൻ രമിക്കുന്നു. ജീവന്മാർക്ക് സുഷുപ്തിയിൽ സ്വരൂപാനന്ദം അജ്ഞാനം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ശുദ്ധ ആനന്ദാനുഭാവം ജീവന്മാർക്കില്ല. ഭഗവാൻ അങ്ങനെയല്ല, എപ്പോഴും സ്വാത്മസുഖത്തിൽ നിന്ന് തെറ്റുന്നില്ല. അതിനാൽ ദേഹാദികളിൽ ആത്മഭാവന ഇല്ല. അതുകൊണ്ട് അങ്ങയ്ക്ക് പുണ്യപാപങ്ങളും ഇല്ല. അതിനാൽ അങ്ങയെ ഭജിക്കുന്നവർ കൂടി പുണ്യപാപരൂപങ്ങളായ കർമ്മങ്ങളിൽ നിന്ന് മുക്തന്മാരായും അവ്യവഹിതമായ സ്വരൂപ സുഖത്തിന് അർഹന്മാരായും ഭവിക്കുന്നു. അതുകൊണ്ടാണ് അവര് അങ്ങയെ എപ്പോഴും ഹൃദയത്തിൽ ധ്യാനിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.